ഞാൻ ജോയ് സിയൽ, കുരിയച്ചറ താമസം, തൃശ്ശൂർ ഡിസ്ട്രിക്ട്. ഇൻഡയറക്റ്റ് ടാക്സ് പ്രാക്ടീഷണർ. അമ്പത്തിമൂന്നാമത്തെ GST കൗൺസിൽ തീരുമാനപ്രകാരം നോൺ ഫ്രോഡ് കേസസിൽ നോട്ടീസോ ഓർഡറോ ഉണ്ടെങ്കിൽ അത്തരം കേസുകളിലെ ഇൻട്രസ്റ്റും പെനാൽറ്റിയും ഒഴിവാക്കാനുള്ള തീരുമാനം 53ാമത്തെ GST കൗൺസിൽ തീരുമാനമെടുത്തിട്ടുണ്ടായിരുന്നു. അതുപ്രകാരം 2017-18, 18-19, 19-20 എന്നീ 3 സാമ്പത്തിക വർഷങ്ങളിലെ ഡിമാൻഡ് നോട്ടീസുകൾ അനുസരിച്ചുള്ള ഓർഡറുകൾ എന്നിവയ്ക്ക് ചെലുത്തിയിട്ടുള്ള പെനാൽറ്റിയും ഇൻട്രസ്റ്റും വേവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുവേണ്ടി പാർലമെൻറ്റ് CGST ആക്ടിൽ ഒരു അമെൻമെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ അമെൻമെൻറ്റാണ് സെക്ഷൻ 128A. ഇതിൻ്റെ പ്രൊസീജിയർ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് റൂൾ 164 ഓഫ് CGST റൂൾസ് 2017. ഇതുമായി ബന്ധപ്പെട്ട പ്രൊസീജിയറുകൾ ക്ലാരിഫൈ ചെയ്തിരിക്കുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇറക്കിയിട്ടുള്ള സർക്കുലർ നമ്പർ 238/32/2024 GST ഡേറ്റഡ് 15/10/2024. സെക്ഷൻ 128A പ്രകാരം ഇത്തരം കേസുകളിൽ ടാക്സ് മാത്രം അടച്ചാൽ മതി. അതിൻ്റെ ഇൻട്രസ്റ്റും പെനാൽറ്റിയും വേവ് ചെയ്ത് കിട്ടും. അപ്പോൾ ടാക്സ് അടയ്ക്കേണ്ട ഡേറ്റ് ഇത്തരം ഓർഡറുകളിലും നോട്ടീസുകളിലും ടാക്സ് അടയ്ക്കേണ്ട ഡേറ്റ് നോട്ടിഫൈ ചെയ്തിരിക്കുന്നത് നോട്ടിഫിക്കേഷൻ നമ്പർ 21/2024 ഡേറ്റഡ് 8 ഒക്ടോബർ 2024. അതനുസരിച്ച് ടാക്സ് അടയ്ക്കേണ്ട അവസാനത്തെ തീയതി 31 മാർച്ച് 2025 ആണ്. ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ടാക്സിന് GST നിയമങ്ങൾ പ്രകാരം ഇൻട്രസ്റ്റ് അടയ്ക്കേണ്ടത്? ഇൻട്രസ്റ്റ് അടയ്ക്കേണ്ട നിയമം സെക്ഷൻ 50 CGST SGST ആക്ടുകളിലെ സെക്ഷൻ 50 ആണ്. നമുക്ക് ആദ്യം തന്നെ അതിൻ്റെ തമ്പ് റൂൾ നോക്കാം. പേഴ്സൺ ഹു ഫെയിൽസ് ടു പേ ടാക്സ് ഷുഡ് പേ interest under section 50 for the delayed period and defaulted amount at the rate of 18% as notified. ഒരാൾ ടാക്സ് പേ ചെയ്യാനായിട്ട് ഡിലേ ആക്കിയാൽ എത്ര ടാക്സാണ് അദ്ദേഹം ഡിലേ ആക്കിയത്, എത്ര സമയത്തേക്കാണ് അദ്ദേഹം ടാക്സ് ഡിലേ ആക്കിയത്, ആ ഡിലേ ആക്കിയ ടാക്സ് എമൗണ്ടിൻ്റെ ഡിഫോൾട്ടഡ് പീരീഡ്, എത്ര പീരീഡിലേക്കാണ് ടാക്സ് എമൗണ്ട് ഡിലേ ആക്കിയതെങ്കിൽ ആ പീരീഡിലേക്കുള്ള ഇൻട്രസ്റ്റ് 18% വെച്ച് അദ്ദേഹം കൊടുക്കേണ്ടി വരും. ഇനി ITC റോങ്ലി അവെയിൽഡ് ആൻഡ് യൂട്ടിലൈസ്ഡ്, ഓർ അല്ല ഉദ്ദേശിച്ചിരിക്കുന്ന അവിടെ പറഞ്ഞിരിക്കുന്നത് അവെയിൽ ചെയ്യണം, അതുപോലെ തന്നെ യൂട്ടിലൈസ് ചെയ്യണം, രണ്ടും വേണം. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇൻട്രസ്റ്റ് 24% ആണ്. ഇനി ഇതിൽ ചില എക്സെപ്ഷൻസ് ഉണ്ട്. അതായത് ടാക്സ് പേയബിൾ ഓൺ സപ്ലൈസ് മെയ്ഡ് ആൻഡ് ഡിക്ലെയർഡ് ഇൻ ദ GSTR 3B റിട്ടേൺ ഫർണിഷ്ഡ് ബിയോണ്ട് ഡ്യൂ ഡേറ്റ് ഫോർ ദ ടാക്സ് പീരീഡ്. ഒരാൾ ടാക്സ് പേ ചെയ്യേണ്ടത് GSTR 3B പ്രകാരമാണ് എന്ന് എല്ലാവർക്കും അറിയാം. അതിനൊരു ഡ്യൂ ഡേറ്റ് ഉണ്ട്. ആ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം GSTR 3B ഫയൽ ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. അപ്പോൾ അദ്ദേഹം ടാക്സ് പേ ചെയ്യാൻ ഡിലേ വന്നു. അത് പിന്നീട് അദ്ദേഹം GSTR 3B ഫയൽ ചെയ്യുന്നു, അതിലൂടെ തന്നെ ടാക്സ് അടയ്ക്കുന്നു. അത്തരം സന്ദർഭങ്ങളിൽ
ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിലൂടെ ഡെബിറ്റ് ചെയ്ത് അടയ്ക്കുന്ന ടാക്സിന് മാത്രമേ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരുന്നുള്ളൂ. പക്ഷേ ഇതിനും ഒരു എക്സെപ്ഷൻ ഉണ്ട്. സെക്ഷൻ 73, 74, 74A ഇതിലേതെങ്കിലും ഒന്ന് പ്രകാരം നടപടി തുടങ്ങിയിട്ടാണ് അദ്ദേഹം GSTR 3B ഫയൽ ചെയ്തത്, ടാക്സ് അടച്ചത് എങ്കിൽ മുഴുവൻ എമൗണ്ടിനും ടാക്സ് കൊടുക്കേണ്ടി വരും. ഇനി നേരത്തെ പറഞ്ഞു ITC wrongly availed and utilized ഇൻട്രസ്റ്റ് 24% ആണെന്ന്. എന്നാൽ നോട്ടിഫിക്കേഷൻ നമ്പർ 13 of 2017 ഡേറ്റഡ് 28/6/2017 പ്രകാരം സെക്ഷൻ 50 പ്രകാരമുള്ള എല്ലാ ഇൻട്രസ്റ്റുകളും 18% നിജപ്പെടുത്തിയിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് മാനർ ഓഫ് കാൽക്കുലേറ്റിംഗ് ഇൻട്രസ്റ്റ്? അതിന് ഒരു റൂളുണ്ട്. എങ്ങനെയാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? റൂൾ 88B ഓഫ് CGST റൂൾസ്. GSTR 3B ഫയൽ ചെയ്യുകയും ടാക്സ് പേ ചെയ്യുകയും ചെയ്തു. അത് ആഫ്റ്റർ ഡ്യൂ ഡേറ്റ് ആണ് എന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, സെക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ, ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ ഡെബിറ്റ് ചെയ്ത് അടയ്ക്കുന്ന ടാക്സിന് മാത്രമേ ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ടി വരികയുള്ളൂ. അതിലൊരു കണ്ടീഷനുള്ളത് 73, 74, 74A എന്നീ സെക്ഷനുകൾ പ്രകാരം നടപടി തുടങ്ങിയിട്ടാണ് അയാൾ GSTR 3B ഫയൽ ചെയ്യുന്നതെങ്കിൽ, ടാക്സ് അടയ്ക്കുന്നതെങ്കിൽ എൻറ്റയർ എമൗണ്ടിനും ഇൻട്രസ്റ്റ് അടയ്ക്കേണ്ടി വരും. ഇനി മറ്റൊരു കാര്യമുള്ളത്, amount credited to e-cash ledger on or before due date of filing and debited for payment of tax. അതായത് അയാളുടെ ക്യാഷ് ലെഡ്ജറിൽ സഫീഷ്യൻ്റ് എമൗണ്ട് ടാക്സ് അടയ്ക്കുന്നതിന് മുൻപ് തന്നെ ഉണ്ടായിരുന്നു. അതായത് അദ്ദേഹം ടാക്സ് അടയ്ക്കാൻ വിട്ടുപോയ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഈ ക്യാഷ് ലെഡ്ജറിൽ സഫീഷ്യൻ്റ് ബാലൻസ് ഉണ്ടായിരുന്നു. അത്തരം സന്ദർഭങ്ങളിൽ ക്യാഷ് ലെഡ്ജറിലൂടെ അടയ്ക്കുന്ന ടാക്സിനും ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരില്ല. അതിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ എമൗണ്ട് ഈസ് അവൈലബിൾ ഫ്രം ഡ്യൂ ഡേറ്റ്. അദ്ദേഹം അടയ്ക്കേണ്ട ഡ്യൂ ഡേറ്റ് മുതൽ ഡേറ്റ് ഓഫ് ഫയലിംഗ്, അതായത് അടച്ച ഡേറ്റ് വരെ ആ എമൗണ്ട് അതിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ക്യാഷ് ലെഡ്ജറിൽ ഉണ്ടെങ്കിൽ ആ എമൗണ്ടിന്മേൽ ഇൻട്രസ്റ്റ് അടയ്ക്കേണ്ടി വരുന്നില്ല. മറ്റെല്ലാ കേസുകളിലും എൻറ്റയർ ടാക്സ് ഡിഫോൾട്ടഡ് എമൗണ്ടിന്, ഡിഫോൾട്ടഡ് പീരീഡിന് ഇൻട്രസ്റ്റ് അടയ്ക്കേണ്ടി വരും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻ കേസ് ഓഫ് റോങ് അവൈൽമെൻറ്റ് ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് ITC ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരുന്നത് പെയ്ഡ് ഫ്രം ദ ഡേറ്റ് ഓഫ് റോങ് യൂട്ടിലൈസേഷൻ ടിൽ റിവേഴ്സൽ. എന്നാണ് റോങ് യൂട്ടിലൈസേഷൻ ഉണ്ടായത്, അത് എന്നാണ് റിവേഴ്സൽ ചെയ്യുന്നത്, ആ പീരീഡിന് ആ എമൗണ്ടിന് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. ഇനി എന്താണ് റോങ് അവൈൽമെൻറ്റ് ആൻഡ് റോങ് യൂട്ടിലൈസേഷൻ? അതും സെക്ഷൻ 88B ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഇഫ് ബാലൻസ് ഇൻ ഇ ക്രെഡിറ്റ് ലെഡ്ജർ ഫാൾസ് ബിലോ ദ എമൗണ്ട് റോങ്ലി അവൈൽഡ്, ഇറ്റ് അമൗണ്ട്സ് ടു റോങ് യൂട്ടിലൈസേഷൻ. ഒരാളുടെ ഈ ക്രെഡിറ്റ് ലെഡ്ജറിൽ, അതായത് ITC ലെഡ്ജറിൽ അദ്ദേഹം തെറ്റായി അവെയിൽ ചെയ്ത ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിനേക്കാൾ കുറഞ്ഞ ബാലൻസാണ് അതിൽ കിടക്കുന്നതെങ്കിൽ അദ്ദേഹം തെറ്റായി യൂട്ടിലൈസ് ചെയ്തു എന്നുകൂടി കണക്കാക്കപ്പെടും. ഒരാൾ 100 രൂപയാണ് തെറ്റായി ക്രെഡിറ്റ് എടുത്തതെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ ക്രെഡിറ്റ് ലെഡ്ജറിൽ ആ കാലഘട്ടത്തിലൊക്കെ 100 രൂപയുണ്ടെങ്കിൽ അദ്ദേഹം റോങ് യൂട്ടിലൈസേഷനിലേക്ക് വരുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ബാലൻസ് 50 രൂപയായിട്ടാണ് കിടക്കുന്നതെങ്കിൽ 100 രൂപ അദ്ദേഹം റോങ് ആണ്, 50 രൂപ ബാലൻസ് ഉള്ളതെങ്കിൽ
50 രൂപ റോങ് യൂട്ടിലൈസേഷനിലേക്ക് കണക്കാക്കപ്പെടും. ഇനി എക്സ്റ്റെൻഡ് ഓഫ് റോങ് യൂട്ടിലൈസേഷൻ എന്താണ്? നേരത്തെ പറഞ്ഞത് തന്നെ. Extent of wrong utilization of ITC is the amount by which the balance in the e-credit ledger falls below the amount of ITC wrongly availed. എത്ര എമൗണ്ട് ആണ് റോങ്ലി അവെയിൽഡ് ക്രെഡിറ്റ് അവിടെ കിടക്കുന്നു, അതിനേക്കാൾ എത്ര എമൗണ്ട് ആണ് താഴേക്ക് പോയത് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട്, ആ എമൗണ്ട് ആണ് റോങ് യൂട്ടിലൈസേഷൻ ആവുന്നത്. ഇനി ഡേറ്റ് ഓഫ് യൂട്ടിലൈസേഷൻ, നമ്മൾ ഒരു എമൗണ്ട് എന്നാണ് താഴത്തേക്ക് പോയത് എന്ന് കണക്കാക്കണമെങ്കിൽ എന്നാണ് യൂട്ടിലൈസ് ചെയ്തത് എന്നുകൂടി കണക്കാക്കണം. ഇഫ് ഇ ക്രെഡിറ്റ് ലെഡ്ജർ ബാലൻസ് ഫോൾസ് ബിലോ ദ എമൗണ്ട് റോങ്ലി അവെയിൽഡ് ഡ്യൂ ടു പേയ്മെന്റ് ഓഫ് ടാക്സസ് ത്രൂ GSTR 3B, GSTR 3B ഫയൽ ചെയ്തുകൊണ്ട് ആ ടാക്സ് അടയ്ക്കുകയാണെങ്കിൽ ഡ്യൂ ഡേറ്റിനാണ് അടയ്ക്കുന്നതെങ്കിൽ ആക്ച്വൽ ഡേറ്റ് ഓഫ് ഫയലിംഗ്, അല്ലെങ്കിൽ നേരത്തെ അടയ്ക്കുകയാണെങ്കിൽ ഏതാണ് നേരത്തെ എങ്കിൽ അതായിരിക്കും അദ്ദേഹത്തിൻ്റെ ബാലൻസ്, അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഓഫ് യൂട്ടിലൈസേഷൻ വരുന്നത്. ഇനി മറ്റ് കേസുകളിൽ ഡേറ്റ് ഓഫ് ഡെബിറ്റ് ഇൻ ഇ ക്രെഡിറ്റ് ലെഡ്ജർ, മറ്റെല്ലാ കേസുകളിലും എന്നാണ് ഡെബിറ്റ് എൻട്രി ഈ ക്രെഡിറ്റ് ലെഡ്ജറിൽ വരുന്നത് ആ ദിവസമാണ് ഡേറ്റ് ഓഫ് റോങ് യൂട്ടിലൈസേഷൻ ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. ഇനി നേരത്തെ പറഞ്ഞതുപോലെ സെക്ഷൻ 128A CGST ആക്ടിൽ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രൊസീജിയർ റൂൾ 164 പ്രകാരം 164 നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. അത് CGST റൂൾസിലെ റൂൾ 164 ആയിട്ടാണ് പ്രൊസീജിയർ നോട്ടിഫൈ ചെയ്തിരിക്കുന്നത്. എന്താണ് ഈ രണ്ട് നിയമങ്ങൾ എന്ന് നമുക്കൊന്ന് പഠിക്കാം. അതായത് തമ്പ് റൂൾ എടുക്കുക. വേവർ ആർക്കൊക്കെയാണ്, ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ബാധകമാവുന്നത്? 2017, 18, 18, 19, 19, 20 എന്നീ ഫൈനാൻഷ്യൽ ഇയേഴ്സിലാണ് ഇത് ബാധകമാകുന്നത്. ഇനി ഇത് ലിമിറ്റഡ് ടു പ്രൊസീഡിങ്സ് അണ്ടർ സെക്ഷൻ 73 ഓഫ് CGST SGST ആക്ട്. അതായത് ഫ്രോഡ്, സപ്രഷൻ, മിസ്റ്റേറ്റ്മെൻറ്റ് എന്നിവ ഇല്ലാത്ത കേസുകളിൽ സെക്ഷൻ 73 അനുസരിച്ച് നോട്ടീസ് ലഭിക്കുകയും അതനുസരിച്ചുള്ള ഓർഡർ ലഭിക്കുകയൊക്കെ ചെയ്താലാണ് അത്തരം കേസുകൾക്ക് മാത്രമാണ്, നോൺ ഫ്രോഡ് കേസുകൾക്ക് മാത്രമാണ് ഈ വെയ്വർ ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് പെനാൽറ്റി ബാധകമാകുന്നത്. 4 സിറ്റുവേഷൻസാണ് ഈ ഇൻട്രസ്റ്റ് ആൻഡ് പെനാൽറ്റി വെയ്വർ ബാധകമാവുന്നത്. ഒന്നാമത്തെ സിറ്റുവേഷൻ, നോട്ടീസ് അണ്ടർ സെക്ഷൻ 73 സബ്സെക്ഷൻ 1 അല്ലെങ്കിൽ സബ്സിക്വൻറ്റ് പീരീഡിലെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്താൽ മതി. സ്റ്റേറ്റ്മെൻറ്റ് അണ്ടർ സെക്ഷൻ 73 സബ്സെക്ഷൻ 3, ഒന്നുകിൽ നോട്ടീസ് അണ്ടർ സെക്ഷൻ 73 സബ്സെക്ഷൻ 1 അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് അണ്ടർ സെക്ഷൻ 73 സബ്സെക്ഷൻ 3 ഇഷ്യൂ ചെയ്തു. പക്ഷേ ആദ്യത്തെ അഡ്ജുഡിക്കേഷൻ ഓർഡർ സെക്ഷൻ 73 സബ്സെക്ഷൻ 9 ഇഷ്യൂ ചെയ്തിട്ടില്ല. അതായത് സെക്ഷൻ 73 നോട്ടീസോ സ്റ്റേറ്റ്മെൻറ്റോ ഇഷ്യൂ ചെയ്തു, സെക്ഷൻ 73 അനുസരിച്ചുള്ള ആദ്യത്തെ അഡ്ജുഡിക്കേഷൻ ഓർഡർ ഇഷ്യൂ ചെയ്തിട്ടില്ല. അത് ഒരു സിറ്റുവേഷൻ. രണ്ടാമത്തെ സിറ്റുവേഷൻ, സെക്ഷൻ 73 സബ്സെക്ഷൻ 9 പ്രകാരം ആദ്യത്തെ അഡ്ജുഡിക്കേഷൻ ഓർഡർ, ഫസ്റ്റ് അഡ്ജുഡിക്കേഷൻ ഓർഡർ ഇഷ്യൂ ചെയ്തു, ഓർഡർ ഒറിജിനൽ ഇഷ്യൂ ചെയ്തു. എന്നാൽ അപ്പലേറ്റ് അതോറിറ്റിയുടെ ഓർഡർ സെക്ഷൻ 107 സബ്സെക്ഷൻ 11 പ്രകാരം ഇഷ്യൂ ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ സെക്ഷൻ 108 സബ്സെക്ഷൻ 1 പ്രകാരം റിവിഷണൽ അതോറിറ്റിയുടെ ഓർഡർ ഇഷ്യൂ ചെയ്തിട്ടില്ല.
ഇതാണ് രണ്ടാമത്തെ സിറ്റുവേഷൻ. മൂന്നാമത്തെ സിറ്റുവേഷൻ, അപ്പലേറ്റ് അതോറിറ്റിയുടെ ഓർഡർ ഇഷ്യൂ ചെയ്തു, അല്ലെങ്കിൽ റിവിഷണൽ അതോറിറ്റിയുടെ ഓർഡർ ഇഷ്യൂ ചെയ്തു, എന്നാൽ അപ്പലേറ്റ് ട്രൈബ്യൂണലിൻ്റെ ഓർഡർ ഇഷ്യൂ ചെയ്തിട്ടില്ല. ഇത് വെറും അക്കാദമിക് ഇൻട്രസ്റ്റ് ആണ്. കാരണം അപ്പലേറ്റ് ട്രൈബ്യൂണൽ ഇതുവരെ ഓപ്പറേഷണൽ ആയിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരില്ല, മൂന്നാമത്തെ സിറ്റുവേഷൻ വരില്ല. ആദ്യത്തെ രണ്ട് സിറ്റുവേഷൻ പ്രാക്ടിക്കലായിട്ട് വരും. ഇപ്പോൾ പറഞ്ഞ സിറ്റുവേഷൻ വരാനുള്ള സാധ്യത ഇല്ല. നാലാമത്തെ സിറ്റുവേഷൻ, നേരത്തെ പറഞ്ഞു സെക്ഷൻ 73 നോൺ ഫ്രോഡ് കേസുകൾക്ക് മാത്രമാണ് ഇത് ബാധകമാവുന്നത്. എന്നാൽ ഒരു നോട്ടീസ് സെക്ഷൻ 74 ഇഷ്യൂ ചെയ്തു ഫ്രോഡ് കേസ് ആയിട്ട്. പക്ഷേ അപ്പലേറ്റ് അതോറിറ്റി അല്ലെങ്കിൽ ട്രൈബ്യൂണൽ അല്ലെങ്കിൽ കോടതി ഒറിജിനൽ അതോറിറ്റിക്ക് ഒരു ഡയറക്ഷൻ കൊടുത്തു, ആ നോട്ടീസ് ഡിസ്പോസ് ചെയ്യേണ്ടത് സെക്ഷൻ 73 പ്രകാരമാണ് എന്നൊരു ഡയറക്ഷൻ കൊടുത്തു എന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അത്തരം ഓർഡറുകൾ ഇറങ്ങിയാലോ അല്ലെങ്കിൽ അത്തരം ഓർഡറുകൾ ഇറക്കാൻ ബാധ്യതപ്പെട്ടാലോ, ഇങ്ങനെ ഡയറക്ഷൻ പ്രകാരം ബാധ്യതപ്പെട്ടാലോ, ഈ വെയ്വർ ഓഫ് പെനാൽറ്റി ആൻഡ് ഇൻട്രസ്റ്റ് ആ കേസിലും ബാധകമാണ്. അപ്പോൾ 4 സിറ്റുവേഷനിലാണ് ഇത് ബാധകമാകുന്നത്. അതിലൊരു സിറ്റുവേഷൻ വെറും അക്കാദമിക്കാണ്, പ്രാക്ടിക്കലി വരാത്ത സിറ്റുവേഷനാണ്. സെക്ഷൻ 73 നോട്ടീസ് ഓർ സ്റ്റേറ്റ്മെൻറ്റ്, സെക്ഷൻ 73 പ്രകാരമുള്ള ഓർഡർ, പക്ഷേ അപ്പലേറ്റ് അതോറിറ്റിയുടെയോ റിവിഷണൽ അതോറിറ്റിയുടെയോ ഓർഡർ ഇല്ലാതിരിക്കുക. മൂന്നാമത്തെ, അപ്പലേറ്റ് അതോറിറ്റിയുടെ ഓർഡർ അല്ലെങ്കിൽ റിവിഷണൽ അതോറിറ്റിയുടെ ഓർഡർ, പക്ഷേ ട്രൈബ്യൂണലിൻ്റെ ഓർഡർ ഇല്ലാതിരിക്കുക. ഈ സിറ്റുവേഷൻ ഉണ്ടാവില്ല. നാലാമത്തെ, സെക്ഷൻ 74 അനുസരിച്ച് ഫ്രോഡ് കേസുകളിലുള്ള ഒരു നോട്ടീസ് ലഭിക്കുകയും അത് പിന്നീട് തിരുത്താൻ ഉള്ള ഡയറക്ഷൻ കിട്ടുകയും സെക്ഷൻ 73 അനുസരിച്ച് ഓർഡർ ഇറക്കാൻ ബാധ്യതപ്പെടുകയോ ചെയ്യുക. ഇങ്ങനെ 4 സിറ്റുവേഷനുകളിലാണ് ഈ വെയ്വർ ബാധകമാകുന്നത്. ഇനി ഈ വെയ്വർ കിട്ടിക്കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് ഈ പ്രൊസീഡിങ്സ് കൺക്ലൂഡ് ആവുന്നത്, അതിൻ്റെ കണ്ടീഷൻസ്. ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്, റവന്യൂ അപ്പലേറ്റ് അതോറിറ്റിക്ക് ഓർഡർ ഒറിജിനലിനെതിരായിട്ട് ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു. ഒറിജിനൽ ചലഞ്ച് ചെയ്തുകൊണ്ട് റവന്യൂ അപ്പീൽ, ഡിപ്പാർട്ട്മെൻറ്റ് അപ്പീൽ അപ്പലേറ്റ് അതോറിറ്റിക്ക് പോകുന്നു. അതൊരു സിറ്റുവേഷൻ. 2, 3, 4 സിറ്റുവേഷനുകൾ സാധ്യതയില്ലാത്ത സിറ്റുവേഷനുകളാണ്. കാരണം അപ്പലേറ്റ് ട്രിബ്യൂണൽ ഓപ്പറേഷനല്ല. അതായത് ആപ്ലിക്കേഷൻ ബൈ റവന്യൂ ടു അപ്പലേറ്റ് ട്രിബ്യൂണൽ എഗെയിൻസ്റ്റ് ഓർഡർ ബൈ ദ അപ്പലേറ്റ് അതോറിറ്റി ഓർ റിവിഷണൽ അതോറിറ്റി. 3, അപ്പീൽ ബൈ റവന്യൂ അണ്ടർ സെക്ഷൻ 117 ടു ദ ഹൈക്കോർട്ട് എഗെയിൻസ്റ്റ് ഓർഡർ ബൈ അപ്പലേറ്റ് അതോറിറ്റി. 4, അപ്പീൽ ബൈ റവന്യൂ അണ്ടർ സെക്ഷൻ 118(1) ടു സുപ്രീം കോർട്ട്. ഈ ആദ്യത്തെ സിറ്റുവേഷൻ മാത്രമേ ഇവിടെ ബാധകമാകുന്നുള്ളൂ. ബാക്കി 2, 3, 4 സിറ്റുവേഷനുകൾ നമുക്ക് പ്രാക്ടിക്കൽ ആയിട്ട് വരുന്നതല്ല. നാലാമത്തെ സിറ്റുവേഷൻ, എനി റിവിഷൻ പ്രൊസീഡിങ്സ് അണ്ടർ സെക്ഷൻ 108(1) ഇനീഷ്യേറ്റഡ്. അപ്പോൾ നമുക്ക് 2 സിറ്റുവേഷൻ എടുത്താൽ മതി. ഒന്ന്, ഒറിജിനൽ ഓർഡറിനെതിരായിട്ട് റവന്യൂ അപ്പീൽ പോകുന്നു, റവന്യൂ ആപ്ലിക്കേഷൻ പോകുന്നു. പ്രാക്ടിക്കലി അത് അപ്പീൽ തന്നെയാണ്, ഡിപ്പാർട്ട്മെൻറ്റ് അപ്പീൽ എന്നാണ് നമ്മൾ സാധാരണ ഭാഷയിൽ പറയുക. അപ്പലേറ്റ് അതോറിറ്റിയുടെ ഓർഡറിനെതിരായിട്ട് റവന്യൂ അപ്പലേറ്റ് അതോറിറ്റിക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുന്നു. ഇനി ഒരു ഓർഡർ ഒറിജിനലിനെതിരായിട്ട് റിവിഷൻ പ്രൊസീഡിങ്സ് ഇനീഷ്യേറ്റ് ചെയ്യുന്നു. ഈ 2 സിറ്റുവേഷൻ എടുത്താൽ മതി. അങ്ങനെയുള്ള 2 സിറ്റുവേഷനിൽ പ്രൊസീഡിങ്സ് ടു ബി കംപ്ലീറ്റഡ് ഇഫ് ദ പേഴ്സൺ പേയ്സ് അഡീഷണൽ എമൗണ്ട്. ഈ 2 സിറ്റുവേഷനുകളിൽ ആ പ്രൊസീഡിങ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അഡീഷണൽ ടാക്സ് പേ ചെയ്യാനായിട്ട് ഈ ഓർഡറുകൾ പറയുന്നുണ്ടെങ്കിൽ, ഈ ഓർഡറിൻ്റെ ഡേറ്റിന് ശേഷം 3 മാസത്തിനുള്ളിൽ
ഈ അഡീഷണൽ എമൗണ്ട്, ഈ ഓർഡർ പ്രകാരമുള്ള അഡീഷണൽ എമൗണ്ട് കൂടി കൊടുത്താലേ ഇത് പ്രകാരമുള്ള പ്രൊസീഡിങ്സ് കൺക്ലൂഡ് ആവുകയുള്ളൂ. ഇനി മറ്റു കണ്ടീഷൻസ്. വെയ്വർ ഏതൊക്കെ സിറ്റുവേഷനിലാണ് അപ്ലിക്കബിൾ ആവാത്തത്? ഇറോണിയസ് റീഫണ്ടിൻ്റെ കേസിൽ വെയ്വർ അപ്ലിക്കബിൾ അല്ല. പിന്നെ റീഫണ്ട്, ഓൾറെഡി പേ ചെയ്ത ഇൻട്രസ്റ്റോ പെനാൽറ്റിയോ ഈ എല്ലാ സിറ്റുവേഷനും ബാധകമായാലും ഓൾറെഡി പേ ചെയ്ത ഇൻട്രസ്റ്റും പെനാൽറ്റിയും റീഫണ്ട് ലഭിക്കുന്നതല്ല. ഇനി അടുത്ത, ഇൻ കേസ് ഓഫ് അപ്പീൽ ഓർ റിപ്പെറ്റീഷൻ ഫയൽഡ് ബൈ ദ പാർട്ടി ബിഫോർ the appellate authority or appellate tribunal or court, the same should be withdrawn before 31/3/2025. അപ്പലേറ്റ് അതോറിറ്റിയുടെ മുൻപിലോ അപ്പലേറ്റ് ട്രൈബ്യൂണലിൻ്റെ മുമ്പിലോ ഏതെങ്കിലും കോടതിയുടെ മുൻപിലോ പാർട്ടി അപ്പീൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ അപ്പീലെ 31/3/2025 മുൻപ് പാർട്ടി വിഡ്രോ ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ ഈ വെയ്വർ ഓഫ് പെനാൽറ്റി ആൻഡ് ഇൻട്രസ്റ്റ് ബാധകമാകുകയുള്ളൂ. ഇനി അടുത്ത കണ്ടീഷൻ, ഈ പ്രൊസീഡിങ്സ് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വെയ്വർ ഓഫ് പെനാൽറ്റി ആൻഡ് ഇൻട്രസ്റ്റുമായി ബന്ധപ്പെട്ട പ്രൊസീഡിങ്സ് കഴിഞ്ഞാൽ അതിലെ അപ്പീല് വിഡ്രോ ചെയ്യണം എന്നൊരു കണ്ടീഷനുണ്ട്. പക്ഷേ ഇതിന് ശേഷം ആ ഏത് ടാക്സാണ് കൊടുത്തത് അങ്ങനെ ഒരു ഓർഡർ ഉണ്ടായിരിക്കും. ആ ഓർഡറിനെതിരായിട്ട് അപ്പീല് പാർട്ടി പോകാൻ പാടില്ല എന്നൊരു കണ്ടീഷനും കൂടിയുണ്ട്. ഇനി എങ്ങനെയാണ് ഡിക്ലറേഷൻസ് ഫയൽ ചെയ്യുന്നത്? GST SPL 01 to SPL 08 ആണ് നോട്ടിഫൈ ചെയ്തിട്ടുള്ള ഡിക്ലറേഷൻസ്. നമുക്കിതിൽ രണ്ട് സിറ്റുവേഷൻസ് എടുക്കാം. ഒന്ന്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സെക്ഷൻ 73 പ്രകാരമുള്ള നോട്ടീസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഇഷ്യൂ ചെയ്തു, പക്ഷേ അഡ്ജുഡിക്കേഷൻ ഓർഡർ ഇഷ്യൂ ചെയ്തിട്ടില്ല. അത്തരം സിറ്റുവേഷനുകളിൽ GST SPL 01 പോർട്ടലിൽ ഫയൽ ചെയ്യണം. ഒപ്പം തന്നെ നോട്ടീസിൻ്റെയും അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെയോ ഡീറ്റെയിൽസ്, മാത്രമല്ല DRC 03 പ്രകാരം പേയ്മെൻ്റ് അടച്ച ഡീറ്റെയിൽസും അതിൽ അപ്ലോഡ് ചെയ്യണം. ഇനി രണ്ടാമത്തെ സിറ്റുവേഷൻ, അതിൽ രണ്ട് ഉപവിഭാഗങ്ങളുണ്ട്. സെക്ഷൻ 73(9) പ്രകാരം, സബ്സെക്ഷൻ 9 പ്രകാരം അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ഓർഡർ ഇഷ്യൂ ചെയ്തു, പക്ഷേ അപ്പലേറ്റ് അതോറിറ്റിയോ റിവിഷണൽ അതോറിറ്റിയോ ഓർഡർ ഇഷ്യൂ ചെയ്തിട്ടില്ല. അടുത്തത് രണ്ടാമത്തെ സിറ്റുവേഷനിൽ രണ്ടാമത്തെ ഉപവിഭാഗം, അപ്പലേറ്റ് അതോറിറ്റി അല്ലെങ്കിൽ റിവിഷൻ അതോറിറ്റി ഓർഡർ ഇഷ്യൂ ചെയ്തു, പക്ഷെ അപ്പലേറ്റ് ട്രൈബ്യൂണൽ ഓർഡർ ഇഷ്യൂ ചെയ്തിട്ടില്ല. ഈ അപ്പലേറ്റ് ട്രൈബ്യൂണൽ ഇതുവരെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഓർഡർ ഇഷ്യൂ ചെയ്യാനുള്ള സാധ്യത ഇല്ല. ഈ രണ്ട് സിറ്റുവേഷനിൽ, അതായത് 73 പ്രകാരമുള്ള ഓർഡർ ഇഷ്യൂ ചെയ്തു, പക്ഷേ അപ്പലേറ്റ് അതോറിറ്റിയുടെ ഓർഡറോ റിവിഷണൽ അതോറിറ്റിയുടെ ഓർഡറോ അതിനെതിരായിട്ടില്ല. രണ്ടാമത്തെ, അപ്പലേറ്റ് അതോറിറ്റി അല്ലെങ്കിൽ റിവിഷൻ അതോറിറ്റി ഓർഡർ ഇഷ്യൂ ചെയ്തു, പക്ഷേ അപ്പലേറ്റ് ട്രൈബ്യൂണലിൻ്റെ ഓർഡർ ഇല്ല. ഈ സിറ്റുവേഷനുകളിൽ ഫയൽ GST SPL 02 ഇൻ പോർട്ടൽ. അപ്പോൾ നേരത്തെ പറഞ്ഞ SPL 01 ആണ്. സ്റ്റേറ്റ്മെൻറ്റ് നോട്ടീസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് അണ്ടർ സെക്ഷൻ 73 ബട്ട് നോ ഓർഡർ ഇഷ്യൂഡ്. അത്തരം സിറ്റുവേഷനുകളിൽ GST SPL 01 ആണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ഇത്തരം സിറ്റുവേഷനുകളിൽ, രണ്ടാമത് പറഞ്ഞ സിറ്റുവേഷനുകളിൽ രണ്ട് ഉപവിഭാഗങ്ങളിലും GST SPL 02 ആണ് പോർട്ടലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അതിനൊപ്പം തന്നെ ഓർഡറിൻ്റെ ഡീറ്റെയിൽസും പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അപ്ലോഡ് ചെയ്യണം. ഇനി പേയ്മെൻറ്റ് എങ്ങനെയാണ് പേ ചെയ്യേണ്ടത്? ക്രെഡിറ്റിംഗ് ദ എമൗണ്ട് ഇൻ ഇലക്ട്രോണിക് ലയബിലിറ്റി രജിസ്റ്റർ PMT 01 പ്രകാരം
എല്ലാവരുടെ പോർട്ടലിലും ഇലക്ട്രോണിക് ലയബിലിറ്റി രജിസ്റ്റർ ഉണ്ട്. അതിലെ ഒരു എമൗണ്ട് ഓർഡർ ഉണ്ടെങ്കിൽ അതിലൊരു എമൗണ്ട് ഡെബിറ്റ് ആവും. അപ്പോൾ ഈ ഓർഡർ പ്രകാരമുള്ള എമൗണ്ട് ഇലക്ട്രോണിക് ലയബിലിറ്റി രജിസ്റ്ററിലുണ്ട്. ആ എമൗണ്ട്, ആ ഡെബിറ്റ് ചെയ്ത എമൗണ്ടിന് എഗെയിൻസ്റ്റായിട്ട് ക്രെഡിറ്റ് ചെയ്തുകൊണ്ടാണ് പേയ്മെൻറ്റ് നടത്തേണ്ടത്. ഇനി GST DRC 03 പ്രകാരമാണ് പേയ്മെൻറ്റ് നടത്തിയിട്ടുള്ളതെങ്കിൽ GST DRC 03A ഫയൽ ചെയ്തുകൊണ്ട് ഇലക്ട്രോണിക് ലയബിലിറ്റി രജിസ്റ്റർ നമുക്ക് ക്രെഡിറ്റ് ചെയ്യാം. ഇത് ചെയ്യേണ്ടത് GST SPL 02 ഫയൽ ചെയ്യുന്നതിന് മുൻപ് തന്നെ GST DRC 03A ഫയൽ ചെയ്തുകൊണ്ട് എമൗണ്ട് ക്രെഡിറ്റ് ആക്കണം. ഓൾറെഡി GST DRC 03 വഴിയാണ് പേ ചെയ്തിട്ടുള്ളതെങ്കിൽ. ഇനി അടുത്തൊരു കണ്ടീഷനുള്ളത് ഒരു നോട്ടീസോ സ്റ്റേറ്റ്മെൻറ്റോ ഓർഡറോ. പാർഷ്യലി ഇറോണിയസ് റീഫണ്ട്, നേരത്തെ പറഞ്ഞു ഇറോണിയസ് റീഫണ്ടിന് ഇത് ബാധകമല്ല. പക്ഷേ ഒരു നോട്ടീസോ സ്റ്റേറ്റ്മെൻറ്റോ ഓർഡറോ പാർഷ്യലി ഇറോണിയസ് റീഫണ്ടും പാർഷ്യലി മറ്റ് റീസൺസും ആണ് എന്ന് വിചാരിക്കുക. അത്തരം സിറ്റുവേഷനുകളിൽ GST SPL 01 അല്ലെങ്കിൽ SPL 02 ഫയൽ ചെയ്യുന്നതിന് മുൻപായിട്ട് നോട്ടീസിൽ, സ്റ്റേറ്റ്മെൻറ്റിൽ അല്ലെങ്കിൽ ഓർഡറിൽ പറഞ്ഞിട്ടുള്ള എൻറ്റയർ എമൗണ്ട്, എൻറ്റയർ എമൗണ്ട് ഓഫ് ടാക്സ് പേ ചെയ്തിരിക്കണം. 31/3/2025 മുൻപായിട്ട് പേ ചെയ്തതിന് ശേഷമേ SPL 01 അല്ലെങ്കിൽ 02 ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എറോണിയസ് റീഫണ്ട് ആണെങ്കിൽ അത് കണ്ടസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ എടുത്തു കളഞ്ഞിരിക്കുകയാണ്. ഒരു നോട്ടീസിൽ അല്ലെങ്കിൽ ഒരു ഓർഡറിൽ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റിലാണ് രണ്ട് ഇഷ്യൂസും കൈകാര്യം ചെയ്യപ്പെടുന്നതെങ്കിൽ ആ നോട്ടീസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ ഓർഡറുമായി ബന്ധപ്പെട്ട എൻറ്റയർ എമൗണ്ട് പേ ചെയ്തിട്ടേ ഈ വെയ്വർ ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് പെനാൽറ്റി ക്ലെയിം ചെയ്യാൻ പറ്റുകയുള്ളൂ. എമൗണ്ട് 31/3/2025 മുൻപ് നോട്ടിഫൈ ചെയ്ത ഡേറ്റ് അതാണ്. അതിനു മുമ്പ് പണം അടച്ചിരിക്കണം, ടാക്സ് എമൗണ്ട് അടച്ചിരിക്കണം. ഇനി അടുത്ത സിറ്റുവേഷൻ നമ്മൾ പറഞ്ഞത് 3 ഫൈനാൻഷ്യൽ ഇയറിൽ മാത്രം ബന്ധപ്പെട്ട എമൗണ്ടിന് മാത്രമേ ഇത് ബാധകമാകുന്നുള്ളൂ, ഈ വെയ്വർ ബാധകമാകുന്നുള്ളൂ. പക്ഷേ ഏതെങ്കിലും ഒരു നോട്ടീസ് ഈ ഫൈനാൻഷ്യൽ ഇയറുമായി അല്ലാത്ത, ഈ ഫൈനാൻഷ്യൽ ഇയറിന് ശേഷമുള്ള പീരിയഡിനെ ബന്ധപ്പെടുത്തിയുള്ള നോട്ടീസ് ആണെങ്കിൽ അവിടെയും എൻറ്റയർ എമൗണ്ട് അടച്ചിട്ട് ഡ്യൂ ഡേറ്റിന് മുൻപ് 31/3/2025 മുൻപ് ആ നോട്ടീസിൽ, സ്റ്റേറ്റ്മെൻറ്റിൽ അല്ലെങ്കിൽ ഓർഡറിൽ പറഞ്ഞിട്ടുള്ള എൻറ്റയർ എമൗണ്ട് അടച്ചതിന് ശേഷമേ GST SPL 01 അല്ലെങ്കിൽ SPL 02 ഫയൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അവിടെ നമുക്ക് മറ്റ് പീരീഡുമായി ബന്ധപ്പെട്ട ടാക്സ് ഡിസ്പ്യൂട്ട് കണ്ടസ്റ്റ് ചെയ്യാനുള്ള അവസരം നിഷേധിക്കപ്പെടുന്നുണ്ട്. എന്നാൽ ഏതെങ്കിലും ഒരു നോട്ടീസിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റുമായി ബന്ധപ്പെട്ട തർക്കം, അത് പുതിയ സെക്ഷൻ 16 സബ്സെക്ഷൻ 5 പ്രകാരം എലിജിബിൾ ആക്കിയിട്ടുണ്ട്. പക്ഷേ നോട്ടീസുകൾ അവിടെ കിടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇത്തരം കേസുകളിൽ സെക്ഷൻ 16 സബ്സെക്ഷൻ 5 പ്രകാരം എലിജിബിൾ ആണെങ്കിൽ അതിൽ അത്തരം എമൗണ്ടുകൾ ഏതെങ്കിലും നോട്ടീസിൽ ഉണ്ടെങ്കിൽ അത് ഡിഡക്റ്റ് ചെയ്തുകൊണ്ട് മാത്രം ടാക്സ് എമൗണ്ട് പേ ചെയ്താൽ മതി. ഇനി ഡേറ്റുകൾ, നമുക്ക് പേയ്മെൻറ്റ് ഡേറ്റുകൾ എന്നൊക്കെയാണ് GST SPL 01 അല്ലെങ്കിൽ 02
ഫയൽ ചെയ്യേണ്ടത്. ആദ്യത്തെ സിറ്റുവേഷൻ നോട്ടീസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഓർഡർ അണ്ടർ സെക്ഷൻ 73. 31/3/2025 ടാക്സ് എമൗണ്ട് മുഴുവനായും പേ ചെയ്തിരിക്കണം. രണ്ടാമത്തെ സിറ്റുവേഷൻ സെക്ഷൻ 74 പ്രകാരം നോട്ടീസ് ലഭിച്ചു, ഫ്രോഡ് കേസായിട്ട് നോട്ടീസ് ലഭിച്ചു. പക്ഷേ ഓർഡർ പാസ് ചെയ്തത് അല്ലെങ്കിൽ ഓർഡർ റിക്വയർഡ് ടു ബി പാസ്ഡ് സെക്ഷൻ 73 പ്രകാരമാണ്. എങ്ങനെ? അപ്പലേറ്റ് അതോറിറ്റിയുടെയോ അപ്പലേറ്റ് ട്രൈബ്യൂണലിൻ്റെയോ കോർട്ടിൻ്റെയോ ഡയറക്ഷൻ പ്രകാരം ആ നോട്ടീസ് തീർപ്പാക്കേണ്ടത് സെക്ഷൻ 74 പ്രകാരമാണ് എന്ന് പറയുകയും ഒന്നുകിൽ തീർപ്പാക്കുക അല്ലെങ്കിൽ ഡയറക്ഷൻ അവിടെ കിടക്കുന്നു, അത് തീർപ്പാക്കേണ്ടത് സെക്ഷൻ 74 പ്രകാരമാണെന്നുള്ള ഡയറക്ഷൻ അവിടെ കിട്ടുന്നു. ഈ സിറ്റുവേഷനുകളിൽ ഓർഡർ സെക്ഷൻ 73 പ്രകാരമുള്ള ഓർഡർ ഇഷ്യൂ ചെയ്ത് 6 മാസത്തിനുള്ളിൽ ടാക്സ് എമൗണ്ട് കൊടുത്തിരിക്കണം. ഇനി ഇത്തരം സിറ്റുവേഷനുകളിൽ SPL 01 അല്ലെങ്കിൽ 02 ഫയൽ ചെയ്യേണ്ട ഡേറ്റ് എന്നാണ്. ആദ്യത്തെ സിറ്റുവേഷൻ നോട്ടീസ് സ്റ്റേറ്റ്മെൻറ്റ് ഓർഡർ അണ്ടർ സെക്ഷൻ 73. അതിലെ ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് SPL 01 ഫയൽ ചെയ്യേണ്ട അല്ലെങ്കിൽ 02 ഫയൽ ചെയ്യേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് 3 months ഫ്രം 31/3/2025. 31/3/2025 ആണ് നോട്ടിഫൈഡ് ഡേറ്റ്. അതിനുശേഷം 3 മാസത്തിനുള്ളിൽ, അതായത് 29/6/2025 SPL 01 അല്ലെങ്കിൽ 02 ഫയൽ ചെയ്യേണ്ടതാണ്. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് സെക്ഷൻ 74 പ്രകാരമുള്ള നോട്ടീസ് ഇഷ്യൂ ചെയ്തു, പക്ഷേ ഓർഡർ ഇഷ്യൂ ചെയ്യേണ്ടത് സെക്ഷൻ 73 അനുസരിച്ചാണെന്ന് ഡയറക്ഷൻ വന്നു. അത്തരം സിറ്റുവേഷനുകളിൽ 73 പ്രകാരമുള്ള ഓർഡർ പാർട്ടിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് 6 മാസത്തിനുള്ളിൽ GST SPL 01 അല്ലെങ്കിൽ 02 ഫയൽ ചെയ്യേണ്ടതാണ്. ഇനി ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് ഈ SPL 01, 02 ഫയൽ ചെയ്യുമ്പോൾ അക്കോമ്പനി ചെയ്യേണ്ടത്? നേരത്തെ പറഞ്ഞു അപ്പീല് റിട്ട് പെറ്റീഷൻ ഉണ്ടെങ്കിൽ അത് വിത്ഡ്രോ ചെയ്യണം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വിത്ഡ്രോവൽ, എവിഡൻസിങ് വിത്ഡ്രോ ചെയ്തു എന്ന് തെളിയിക്കുന്ന ഡോക്യുമെൻറ്റ്സ് SPL 01-ൻ്റെയും അല്ലെങ്കിൽ 02-യുടെയും കൂടെ ഫയൽ ചെയ്യേണ്ടതാണ്. ഇനി ഓർഡർ ഓഫ് വിത്ഡ്രോവൽ ആയിട്ടില്ല എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ഡേറ്റ് ഓഫ് ഫയലിംഗ് വരെ SPL 01-ഓ SPL 02-ഓ ഫയൽ ചെയ്യുന്ന ഡേറ്റ് വരെ ഓർഡർ ഓഫ് വിത്ഡ്രോവൽ കൺസേൺഡ് അതോറിറ്റി ഇഷ്യൂ ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ പാർട്ടി വിത്ഡ്രോവൽ അപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടാവും. ആ വിത്ഡ്രോവൽ അപ്ലിക്കേഷൻ്റെ കോപ്പി ഈ SPL 01-ൻ്റെയോ SPL 02-യുടെയോ കൂടെ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഇതിനുശേഷം എന്നാണ് ഓർഡർ ഓഫ് വിത്ഡ്രോവൽ വരുന്നത്, അതിനുശേഷം വിത്തിൻ 1 month ഓർഡർ ഓഫ് വിത്ഡ്രോവലും അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഇനി ഇതെങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യുന്നത്? നമ്മൾ SPL 01 അല്ലെങ്കിൽ SPL 02 ആസ് ദ കേസ് മേ ബി ഫയൽ ചെയ്തു. പ്രോപ്പർ ഓഫീസർ അത് വെരിഫൈ ചെയ്യുന്നു. എന്നിട്ട് അദ്ദേഹത്തിന് അത് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ അദ്ദേഹം നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നു. അത് SPL 03-ലെ നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നു. നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്ന ടൈം ലിമിറ്റ് വിത്തിൻ 3 months ഓഫ് റെസിപ്റ്റ് ഓഫ് SPL 01 അല്ലെങ്കിൽ 02.
SPL 01 02 ഡിക്ലറേഷൻ ഫയൽ ചെയ്ത് 3 മാസത്തിനുള്ളിൽ നോട്ടീസ്, ഷോ കോസ് നോട്ടീസ് SPL 03 ഫോർമാറ്റിൽ പാർട്ടിക്ക് കൊടുത്തിരിക്കണം. പാർട്ടിയുടെ പേഴ്സണൽ ഹിയറിംഗ് കൊടുക്കണം. മാത്രമല്ല റിട്ടേൺ റിപ്ലൈക്കുള്ള അവസരം കൊടുക്കണം. പാർട്ടി SPL 04 1 മാസത്തിനുള്ളിൽ നോട്ടീസിന് റിപ്ലൈ കൊടുത്തിരിക്കണം. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ പ്രോപ്പർ ഓഫീസർക്ക് തോന്നുകയാണ് നോട്ടീസിൻ്റെ മറുപടി കിട്ടിക്കഴിഞ്ഞ് ഈ ആൾ ഇതിന് എലിജിബിളാണ് എന്ന് തോന്നിയാൽ അദ്ദേഹം SPL 05 ഇഷ്യൂ ചെയ്യുന്നു, അക്സെപ്റ്റിംഗ് SPL 01 or 02. ഇനി അദ്ദേഹത്തിന് നോട്ടീസിന് മറുപടി കിട്ടിക്കഴിഞ്ഞിട്ടും പ്രോപ്പർ ഓഫീസർക്ക് തോന്നുകയാണ് ഇതിന് എലിജിബിലിറ്റി ഇല്ല എന്ന് തോന്നുകയാണെങ്കിൽ റിജക്ഷൻ ഓർഡർ അണ്ടർ ഇൻ SPL 07 അദ്ദേഹം ഇഷ്യൂ ചെയ്യണം. ഇനി SPL 01 അക്സെപ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള സിറ്റുവേഷനുകളിൽ അത് നോട്ടീസാണ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻ്റാണ്. സമ്മറി ഓർഡർ GST DRC 07 ഓർഡർ ഇറക്കി സമ്മറി പോർട്ടലിൽ കൊടുക്കണം എന്നൊരു നിബന്ധനയുണ്ട്. പക്ഷേ ഈ നോട്ടീസിനോ ഈ സ്റ്റേറ്റ്മെൻറ്റിനോ അത്തരം സമ്മറി കൊടുക്കേണ്ട കാര്യം ഇല്ല. കാരണം അദ്ദേഹം ടാക്സ് അടച്ചു കഴിഞ്ഞു, പെനാൽറ്റിയും ഇൻട്രസ്റ്റും വേവറായി അദ്ദേഹത്തിന് കിട്ടി. അപ്പോൾ പിന്നീടൊരു ഓർഡർ ഇറക്കേണ്ട കാര്യമില്ല, അദ്ദേഹം അത് ആക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ അതനുസരിച്ച് DRC 07 പ്രകാരമുള്ള സമ്മറി ഓഫ് ഓർഡർ പോർട്ടലിൽ കൊടുക്കേണ്ട കാര്യമില്ല. ഇനി രണ്ടാമത്തെ സിറ്റുവേഷൻ, അത് SPL 01 കേസിലാണ്. രണ്ടാമത്തെ സിറ്റുവേഷൻ SPL 02, അത് ഓർഡറുമായി ബന്ധപ്പെട്ടാണ്. അത്തരം സിറ്റുവേഷനുകളിൽ SPL 02 ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ഓർഡർ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇലക്ട്രോണിക് ലയബിലിറ്റി രജിസ്റ്റർ പാർട്ട് 2 ഒരു ലയബിലിറ്റി ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ SPL 02 അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലയബിലിറ്റി നമ്മൾ പൈസ പേ ചെയ്ത് കഴിഞ്ഞ് പിന്നീടാണ് SPL 02 അക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഇൻട്രസ്റ്റും പെനാൽറ്റി വേവറും കിട്ടി. അപ്പോൾ ആ ലയബിലിറ്റി മോഡിഫൈ ചെയ്തിരിക്കണം. ഇലക്ട്രോണിക് ലയബിലിറ്റി രജിസ്റ്റർ പാർട്ട് 2 ലയബിലിറ്റി SPL 02 അക്സെപ്റ്റ് ചെയ്താൽ ആ ലയബിലിറ്റി ഇല്ലാതാകും. അത് മോഡിഫൈ ചെയ്യണം. ഇനി SPL 03 നോട്ടീസ് ഇഷ്യൂ ചെയ്തില്ല, പ്രോപ്പർ ഓഫീസർക്ക് നോട്ടീസ് ഇഷ്യൂ ചെയ്യാതെ തന്നെ അത് ആക്സെപ്റ്റ് ചെയ്യാം എന്ന് തോന്നി. അങ്ങനെയുള്ള സിറ്റുവേഷനുകളിൽ നേരിട്ട് തന്നെ SPL 05 അക്സെപ്റ്റൻസ് ഓർഡർ വിതിൻ 3 months SPL 01 02 ഫയൽ ചെയ്ത് വിതിൻ 3 months നോട്ടീസ് ഇഷ്യൂ ചെയ്യാതെ പ്രോപ്പർ ഓഫീസർക്ക് SPL 05 അക്സെപ്റ്റൻസ് ഓർഡർ ഇഷ്യൂ ചെയ്യാം. ഇനി SPL 03 ഇഷ്യൂ ചെയ്തു. അങ്ങനെയാണെങ്കിൽ 2 സിറ്റുവേഷൻ വരാം. അദ്ദേഹത്തിന് PO2 ഇഷ്യൂ SPL 05, അല്ലെങ്കിൽ SPL 05 എന്ന് പറയുന്ന അക്സെപ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ SPL 07 റിജക്ഷൻ ഇഷ്യൂ ചെയ്യണം. രണ്ടിലൊന്ന് ഇഷ്യൂ ചെയ്യേണ്ടതാണ്. അതിൻ്റെ ടൈം പീരീഡാണ് പറയുന്നത്. ആദ്യത്തെ സിറ്റുവേഷൻ, റിപ്ലൈ കിട്ടി, SPL 03 ഇഷ്യൂ ചെയ്തു, SPL 04 റിപ്ലൈ കിട്ടിയെങ്കിൽ, റിപ്ലൈ കിട്ടി 3 മാസത്തിനുള്ളിൽ SPL 05 ആക്സെപ്റ്റൻസ് അല്ലെങ്കിൽ SPL 07 റിജക്ഷൻ ഇഷ്യൂ ചെയ്തിരിക്കണം. ഇനി റിപ്ലൈ കിട്ടിയില്ല, അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നോട്ടീസ് ഇഷ്യൂ ചെയ്ത് വിത്തിൻ 4 months ഒന്നുകിൽ SPL 05 അക്സെപ്റ്റൻസ് അല്ലെങ്കിൽ SPL 07 റിജക്ഷൻ ഇഷ്യൂ ചെയ്തിരിക്കണം. ഇനി മറ്റൊരു കാര്യമുള്ളത് ടൈം പീരീഡിനെ കുറിച്ചാണ്. ഈ നേരത്തെ പറഞ്ഞ ടൈം പീരീഡ് അത് SPL 01 അല്ലെങ്കിൽ 02 ഫയൽ ചെയ്യുമ്പോൾ ഓർഡർ ഓഫ് വിഡ്രോവൽ ഓഫ് അപ്പീൽ അല്ലെങ്കിൽ റിട്ട് ഒപ്പം അപ്ലോഡ് ചെയ്യണം എന്ന് പറയുന്നു. ഇത് അപ്ലോഡ് ചെയ്യാൻ വൈകിയിട്ടുണ്ടെങ്കിൽ ആ ടൈം നേരത്തെ പറഞ്ഞ ടൈം പീരീഡിൽ, അതായത്
പീരീഡ് ഫോർ ഇഷ്യൂവൻസ് ഓഫ് SPL 05 ആക്സെപ്റ്റൻസ് ഓർ SPL 07 റിജക്ഷൻ. ആ ടൈം പീരീഡിൽ ഈ അപ്ലോഡ് ചെയ്യാൻ വൈകിയ പീരീഡ് കണക്കാക്കില്ല. ഇനി അടുത്തത് SPL 01 അല്ലെങ്കിൽ 02 ഫയൽ ചെയ്തു. നേരത്തെ പറഞ്ഞ ടൈം ലിമിറ്റുകൾക്കുള്ളിൽ ഓർഡർ ഇഷ്യൂ ചെയ്തില്ല, റിജക്ഷനും ഇല്ല, ആക്സെപ്റ്റൻസും ഇല്ല. അത്തരം സിറ്റുവേഷനുകളിൽ ഇറ്റ് ഈസ് ഡീംഡ് ടു ബി അപ്രൂവ്ഡ്, ഡീംഡ് ടു ബി അക്സെപ്റ്റഡ്. ഇനി അടുത്തൊരു സിറ്റുവേഷൻ, SPL 07 റിജക്ഷൻ ഓർഡർ കിട്ടി. പക്ഷേ അപ്പീല് 107 സെക്ഷൻ 107 പ്രിസ്ക്രൈബ് ചെയ്ത, സ്പെസിഫൈ ചെയ്ത ടൈം ലിമിറ്റിനുള്ളിൽ റിജക്ഷൻ ഓർഡറിനെതിരായിട്ട് അദ്ദേഹം അപ്പീല് ഫയൽ ചെയ്തില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ SPL 02 ഫയൽ ചെയ്യുന്നതിന് ഒരു കണ്ടീഷനുള്ളത് അദ്ദേഹം നേരത്തെ ഫയൽ ചെയ്ത അപ്പീല് അല്ലെങ്കിൽ റിട്ട് പിൻവലിച്ച് ആ വിഡ്രോവലും കൂടി അതിൽ ഫയൽ ചെയ്യണമെന്നാണ്, അല്ലെങ്കിൽ അതിൻ്റെ അപ്ലിക്കേഷൻ ഫയൽ ചെയ്യണമെന്നാണ്. പക്ഷേ ഈ സിറ്റുവേഷൻ 1 നോ അപ്പീൽ ഫയൽഡ് അഗെയിൻസ്റ്റ് SPL 07 ടൈം ലിമിറ്റിനുള്ളിൽ ഫയൽ ചെയ്തില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ അപ്പീൽ, നേരത്തെ ഇദ്ദേഹം വിഡ്രോ ചെയ്ത അപ്പീൽ, അത് റെസ്റ്റോർ ചെയ്യപ്പെടും. ഇനി സിറ്റുവേഷൻ 2, അപ്പീൽ ഫയൽഡ് അഗെയിൻസ്റ്റ് SPL 07 റിജക്ഷൻ ഓർഡറിനെതിരായിട്ട് അപ്പീൽ ഫയൽ ചെയ്തു. അതിൽ 2 സിറ്റുവേഷൻ വരാം. ഒന്ന്, അപ്പലേറ്റ് അതോറിറ്റി ഹോൾഡ്സ് പ്രോപ്പർ ഓഫീസർ റോങ്ലി റിജക്റ്റഡ്, റോങ് ആയിട്ടാണ് റിജക്റ്റ് ചെയ്തത് എന്ന് അപ്പലേറ്റ് അതോറിറ്റിക്ക് തോന്നി. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അപ്പലേറ്റ് അതോറിറ്റി SPL 06 SPL 01 02 ആക്സെപ്റ്റ് 01 02 ഫയൽ ചെയ്തതനുസരിച്ച് ഏതാണ് ഫയൽ ചെയ്തതെന്ന് വെച്ചാൽ അത് ആക്സെപ്റ്റ് ചെയ്തിട്ട് SPL 06 ഓർഡർ ഇഷ്യൂ ചെയ്യും. ഇനി രണ്ടാമത്തെ സിറ്റുവേഷൻ, അപ്പലേറ്റ് അതോറിറ്റി പ്രോപ്പർ ഓഫീസർ കറക്റ്റായിട്ടാണ് അത് റിജക്റ്റ് ചെയ്തത്, SPL 01 02 റിജക്റ്റ് ചെയ്തത് എന്ന് തോന്നുകയാണെങ്കിൽ അദ്ദേഹം APL 04 അനുസരിച്ച് അപ്പലേറ്റ് പ്രൊസീഡിങ്സ് അനുസരിച്ച് ഉള്ള APL 04 ഓർഡർ ഇഷ്യൂ ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ പ്രോപ്പർ ഓഫീസറുടെ ഓർഡർ കറക്റ്റാണ് എന്ന് റാറ്റിഫൈ ചെയ്തുകൊണ്ടുള്ള ഓർഡർ ഇഷ്യൂ ചെയ്യുന്നു. ഇനി ഈ സിറ്റുവേഷൻ 2 രണ്ടാമത്തെ ആ സിറ്റുവേഷനിൽ ഒറിജിനൽ അപ്പീൽ വിഡ്രോൺ ഫോർ ഫയലിംഗ് SPL 02 വിൽ ബി റെസ്റ്റോർഡ്. അപ്പോൾ നേരത്തെ പറഞ്ഞ APL 04 അദ്ദേഹം ഓർഡർ ഇഷ്യൂ ചെയ്യുന്നു, ആ പ്രോപ്പർ ഓഫീസർ കറക്റ്റായിട്ടാണ് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഓർഡർ ഇഷ്യൂ ചെയ്യുന്നു. ആ സിറ്റുവേഷനിലും അദ്ദേഹത്തിൻ്റെ SPL 02 അപ്പീൽ വിഡ്രോൺ, അദ്ദേഹം SPL 02 ഫയൽ ചെയ്യണമെങ്കിൽ അദ്ദേഹം ഫയൽ ചെയ്ത അപ്പീൽ വിഡ്രോ ചെയ്യണം. അപ്പോൾ അത് റെസ്റ്റോർ ചെയ്യപ്പെടും. അത് റെസ്റ്റോർ ചെയ്യണമെങ്കിലുള്ള കണ്ടീഷൻ എന്താണ്? അപ്ലിക്കൻറ്റ് ഫയൽസ് അണ്ടർടേക്കിംഗ് ഇൻ SPL 08 വിത്തിൻ 3 months ഫ്രം ദ ഡേറ്റ് ഓഫ് ഇഷ്യൂവൻസ് ഓഫ് അപ്പലേറ്റ് ഓർഡർ. ഈ APL 04 ഇഷ്യൂ ചെയ്ത് അപ്പലേറ്റ് ഓർഡർ ഇഷ്യൂ ചെയ്ത് 3 മാസത്തിനുള്ളിൽ ഈ പാർട്ടി SPL 08 ഫയൽ ചെയ്യണം. That yes, he has not filed or intends to file appeal against the order of the appellate authority ratifying rejection by proper officer. Proper officer rejection order issue ചെയ്തു SPL 07 അത് ശരിയാണെന്ന് ഹോൾഡ് ചെയ്തുകൊണ്ട് അപ്പലേറ്റ് അതോറിറ്റി APL 04 ഓർഡർ ഇഷ്യൂ ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ഒറിജിനൽ അപ്പീൽ അവിടെ കിടക്കുന്നുണ്ട്, അത് റെസ്റ്റോർ ചെയ്യപ്പെടണം. അത് റെസ്റ്റോർ ചെയ്യപ്പെടണമെങ്കിൽ ഈ ഓർഡറിനെതിരായിട്ട് റിജക്ഷൻ റാറ്റിഫൈ ചെയ്ത ഓർഡറിനെതിരായിട്ട്
അദ്ദേഹം അപ്പീൽ മൂവ് ചെയ്യില്ല എന്ന് അണ്ടർടേക്കിംഗ് കൊടുക്കണം. ആ അണ്ടർടേക്കിംഗ് ആണ് SPL 08. അത് ഫയൽ ചെയ്യേണ്ട സമയം വിത്തിൻ 3 months ഫ്രം ദ ഡേറ്റ് ഓഫ് ഇഷ്യൂവൻസ് ഓഫ് അപ്പലേറ്റ് ഓർഡർ. ഇനി അടുത്ത കണ്ടീഷൻ, വെയ്വർ എപ്പോഴാണ് ലാപ്സ് ആവുന്നത്? പേ വിത്തിൻ 3 months ഫ്രം ദ ഡേറ്റ് ഓഫ് ഓർഡർ അഡീഷണൽ എമൗണ്ട് ഓഫ് ടാക്സ് ഡ്യൂ ടു ഓർഡർ പാസ്ഡ് ബൈ appellate authority on application by revenue against order in original. ഓർഡർ ഇൻ ഒറിജിനലിനെതിരായിട്ട് അപ്പലേറ്റ് അതോറിറ്റി റവന്യൂ അപ്പീൽ പോയിട്ടുണ്ടെങ്കിൽ, ഒരു ഓർഡർ ഇൻ ഒറിജിനലിനെതിരായിട്ട് റവന്യൂ അപ്പീൽ പോയിട്ടുണ്ടെങ്കിൽ, അതിന് അപ്ലിക്കേഷൻ പോയിട്ടുണ്ടെങ്കിൽ, ആ ഓർഡറിൽ അഡീഷണൽ ടാക്സ് ഉണ്ടെങ്കിൽ ആ ടാക്സ് ഓർഡർ കിട്ടി 3 മാസത്തിനുള്ളിൽ കൊടുത്തിരിക്കണം. അല്ലെങ്കിൽ വെയ്വർ ഓഫ് പെനാൽറ്റി ആൻഡ് ഇൻട്രസ്റ്റ് വിൽ ബി ലാപ്സ്ഡ്. അത് പിന്നീട് പെനാൽറ്റിയും ഇൻട്രസ്റ്റും കൊടുക്കേണ്ടി വരും. ആ മാർജിനൽ എമൗണ്ട് എത്രയാണ് കൂടുതൽ അപ്പലേറ്റ് അതോറിറ്റി ഡിസൈഡ് ചെയ്തതെങ്കിൽ ആ എമൗണ്ട് 3 മാസത്തിനുള്ളിൽ കൊടുത്തിരിക്കണം. രണ്ടാമത് പറയുന്ന അപ്പലേറ്റ് ട്രിബ്യൂണൽ ഓൺ അപ്ലിക്കേഷൻ ബൈ റവന്യൂ. ഈ സിറ്റുവേഷൻ ഉണ്ടാവില്ല. കാരണം അപ്പലേറ്റ് ട്രിബ്യൂണൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടില്ല, ഓപ്പറേഷനിലല്ല. അപ്പോൾ അത് നമുക്ക് വിട്ടുകളെ. മൂന്നാമത് പറയുന്നത് ഹൈക്കോർട്ട് ഓൺ അപ്പീൽ ബൈ റവന്യൂ എഗൻസ്റ്റ് ഓർഡേഴ്സ് ഓഫ് സ്റ്റേറ്റ് ബെഞ്ച്. ഇതും സ്റ്റേറ്റ് ബെഞ്ച് അല്ലെങ്കിൽ ഏരിയ ബെഞ്ചസ്, അതും അപ്ലിക്കബിൾ അല്ല. കാരണം അപ്പലേറ്റ് ട്രൈബ്യൂണലിൻ്റെ ഓർഡർ വരാനുള്ള സാധ്യത ഇല്ലല്ലോ. നാലാമത്തെ സിറ്റുവേഷൻ പറയുന്നത് സുപ്രീം കോർട്ട് ഓൺ അപ്പീൽ ബൈ റവന്യൂ. അതും ബാധകമല്ല, കാരണം അപ്പലേറ്റ് ട്രൈബ്യൂണൽ ഇപ്പോൾ ഇല്ല. അഞ്ചാമത്തെ സിറ്റുവേഷൻ പറയുന്നത് റിവിഷൻ അതോറിറ്റി. റിവിഷൻ അതോറിറ്റി ഓർഡറിന് ഒറിജിനലെതിരായിട്ട് റിവിഷൻ അതോറിറ്റി ഓർഡർ ഇറക്കിയിട്ടുണ്ടെങ്കിൽ ആ ഓർഡറിൽ അഡീഷണൽ ടാക്സ് ഉണ്ടെങ്കിൽ അതും വിത്തിൻ 3 months പേ ചെയ്തിരിക്കണം. അല്ലെങ്കിൽ വെയ്വർ ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് പെനാൽറ്റി വിൽ ബി വോയിഡ്. ഇനി അടുത്തൊരു സിറ്റുവേഷൻ, നേരത്തെ പറഞ്ഞു ഇറോണിയസ് റീഫണ്ടിനും അതുപോലെ തന്നെ ഈ പീരീഡ് 3 ഫൈനാൻഷ്യൽ ഇയർ കഴിച്ച മറ്റ് ഫൈനാൻഷ്യൽ ഇയറുകൾക്കും ഇത് ബാധകമല്ല. അപ്പം ആദ്യം ഇറോണിയസ് റീഫണ്ട് ഡിമാൻഡ്സ് പെർട്ടൈനിങ് ടു പീരീഡ് നോട്ട് കവേർഡ് ബൈ സെക്ഷൻ 128A. അപ്പോൾ നമ്മൾ SPL 01 02 ഫയൽ ചെയ്തു. എൻ്റയർ എമൗണ്ട് അടച്ചു, എമൗണ്ട് ടാക്സ് അടയ്ക്കണം എന്ന് പറഞ്ഞു. വിത്തിൻ നോട്ടിഫൈഡ് പീരീഡ് 31/3/2025 ഈ എൻ്റയർ നോട്ടീസിലുള്ള എമൗണ്ട് അല്ലെങ്കിൽ എൻ്റയർ ഓർഡറിലുള്ള എമൗണ്ട് അടച്ചിരിക്കണം, എന്നാലേ ഇത് ബാധകമാവുള്ളൂ. അപ്പോൾ അതിൽ ഇറോണിയസ് റീഫണ്ടും ഉണ്ട്, ഡിമാൻഡ്സ് പെർട്ടൈനിങ് ടു അതർ പീരീഡ്സും ഉണ്ട്. പക്ഷെ അതിൻ്റെ പെനാൽറ്റിയും ഇൻട്രസ്റ്റിനെ കുറിച്ചൊന്നും നേരത്തെ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പോൾ പറയുന്നു ഇത് എമൗണ്ട്സ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് പെനാൽറ്റി പേയബിൾ, ഇറോണിയസ് റീഫണ്ട് ആയാലും പെർട്ടൈനിങ് ടു അതർ പീരീഡ്സ് ആയാലും ടു ബി പെയ്ഡ് വിത്തിൻ 3 months ഓഫ് ഇഷ്യൂവൻസ് ഓഫ് ഓർഡേഴ്സ് അണ്ടർ GST SPL 05. അക്സെപ്റ്റൻസ് ഓർഡർ വന്നു കഴിഞ്ഞ് 3 മാസത്തിനുള്ളിൽ, അത് GST SPL 05 പ്രോപ്പർ ഓഫീസറുടെ ഓർഡർ ആയാലും GST SPL 06 അപ്പലേറ്റ് അതോറിറ്റിയുടെ ഓർഡർ ആയാലും, ആ ഓർഡർ വന്നു കഴിഞ്ഞ് 3 മാസത്തിനുള്ളിൽ ഇറോണിയസ് റീഫണ്ടിന്മേലും പെർട്ടൈനിങ് ടു അതർ പീരീഡ്സിലുള്ള ഡിമാൻഡിന്മേലുമുള്ള ഇൻട്രസ്റ്റും പെനാൽറ്റിയും കൊടുത്തിരിക്കണം. അല്ലെങ്കിൽ വെയ്വർ വിൽ ബി വോയിഡ്. ഇനി നമുക്കൊന്ന് എൻക്യാപ്സുലേറ്റ് ചെയ്യാം. എന്താണ് GST SPL 01? നോട്ടീസ് സ്റ്റേറ്റ്മെൻറ്റ് ഇഷ്യൂഡ് അണ്ടർ സെക്ഷൻ 73 ബട്ട് നോ ഓർഡർ. SPL 01. SPL 02 ഓർഡർ ബൈ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി. ഫസ്റ്റ് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ഓർഡർ ഇഷ്യൂ ചെയ്തു, പക്ഷേ അപ്പലേറ്റ് അതോറിറ്റിയോ റിവിഷൻ അതോറിറ്റിയോ ഓർഡർ ഇഷ്യൂ ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള കേസുകളിൽ SPL 02 ഫയൽ ചെയ്യണം. മൂന്നാമത്തെ സിറ്റുവേഷൻ, അപ്പലേറ്റ് അതോറിറ്റി അല്ലെങ്കിൽ റിവിഷൻ അതോറിറ്റി ഓർഡർ ഇഷ്യൂ ചെയ്തു, പക്ഷേ അപ്പലേറ്റ് ട്രൈബ്യൂണൽ ഓർഡർ ഇഷ്യൂ ചെയ്തിട്ടില്ല. ആ കേസിലും SPL 02 ആണ് ഫയൽ ചെയ്യേണ്ടത്. ഇനി GST SPL 03 എന്താണ്? SPL 01 അല്ലെങ്കിൽ 02 ഫയൽ ചെയ്തു, പ്രോപ്പർ ഓഫീസർ അതിലൊരു ഡിസ്പ്യൂട്ട് റേസ് ചെയ്യുന്നു. അത്തരം സിറ്റുവേഷനുകളിൽ
പ്രോപ്പർ ഓഫീസർ വിത്തിൻ 3 months SPL 03 നോട്ടീസ് പാർട്ടിക്ക് ഇഷ്യൂ ചെയ്യണം. ഇനി ഈ നോട്ടീസിനുള്ള റിപ്ലൈ ഇത് ഡിക്ലെയർ ചെയ്ത ആൾ വിത്തിൻ 1 month SPL 04 ഫയൽ ചെയ്യണം. ഇനി അക്സെപ്റ്റൻസ് ഓഫ് GST SPL 01 or 02 ബൈ പ്രോപ്പർ ഓഫീസർ, അത് SPL 05 പ്രോപ്പർ ഓഫീസർ ഇഷ്യൂ ചെയ്യേണ്ട ഡോക്യുമെൻ്റാണ്. ഇനി GST SPL 07 റിജക്ഷൻ ഓഫ് SPL 01 or SPL 02 ബൈ പ്രോപ്പർ ഓഫീസർ ആഫ്റ്റർ നോട്ടീസ് ആൻഡ് റിപ്ലൈ. നോട്ടീസ് കൊടുത്തു, റിപ്ലൈ കിട്ടി, അത് റിജക്റ്റ് ചെയ്യുകയാണ് പ്രോപ്പർ ഓഫീസർ. അത് ചെയ്യേണ്ടത് SPL 07 ഇനി അപ്പീൽ ഓർഡർ ബൈ അപ്പലേറ്റ് അതോറിറ്റി എഗൻസ്റ്റ് SPL 07. SPL 07 ഒരു ഓർഡർ ഓഫ് റിജക്ഷൻ പ്രോപ്പർ ഓഫീസർ ഇറക്കി, അതിനെതിരായിട്ട് അപ്പലേറ്റ് അതോറിറ്റിക്ക് അപ്പീൽ പോയി പാർട്ടി. അതിൻ്റെ അക്സെപ്റ്റൻസ് ഓർഡർ ഇറങ്ങേണ്ടത് SPL 06 എന്നാൽ അത് റിജക്ഷൻ ഓർഡർ ഇറങ്ങേണ്ടത് APL 04 നോർമൽ അപ്പീൽ പ്രൊസീജിയറിലാണ്. ഇവിടെ SPL 06 ഇറക്കേണ്ടത് ഈ SPL 01 അല്ലെങ്കിൽ 02 റിജക്റ്റ് ചെയ്ത SPL 07 അപ്പീൽ പോയിട്ടുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യേണ്ട ഓർഡർ ഇറങ്ങേണ്ടത് SPL 06 അപ്പലേറ്റ് അതോറിറ്റി. ഇനി GST SPL 08 നേരത്തെ പറഞ്ഞ് അണ്ടർടേക്കിംഗ് കൊടുക്കണം. ഫോർ റെസ്റ്റോറേഷൻ ഓഫ് ഒറിജിനൽ അപ്പീൽ വിഡ്രോൺ. നമ്മൾ GST SPL 02 ഫയൽ ചെയ്യണമെങ്കിൽ ആ 02 ഓർഡർ SPL 02 ഫയൽ ചെയ്യണമെങ്കിൽ ഓർഡറിനെതിരായിട്ട് അപ്പീൽ പോകണം. അപ്പീൽ പോയിട്ടുണ്ടെങ്കിൽ അത് വിഡ്രോ ചെയ്തിരിക്കണം. ആ വിഡ്രോവിൽ ഇത് റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് റെസ്റ്റോർ ചെയ്ത് കിട്ടും. അതിനൊരു അണ്ടർടേക്കിംഗ് കൊടുക്കണം. അതാണ് നേരത്തെ പറഞ്ഞ അണ്ടർടേക്കിംഗ്. ആ അണ്ടർടേക്കിംഗ് കൊടുക്കേണ്ടത് ആണ് SPL 08. അപ്പോൾ SPL 01 മുതൽ SPL 08 വരെയുള്ള ഫോർമാറ്റുകളാണ് ഈ വെയ്വർ ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് പെനാൽറ്റി പ്രകാരം നമ്മൾ പോർട്ടലിൽ ഫയൽ ചെയ്യേണ്ടത്. അതിൻ്റെ ടൈം ലിമിറ്റുകളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇത് സെക്ഷൻ 73 നോട്ടീസുകൾക്ക് അതുമായി ബന്ധപ്പെട്ട ഓർഡറുകൾക്ക് മാത്രമേ, നോൺ ഫ്രോഡ് കേസുകൾക്ക് മാത്രമേ ഇത് ബാധകമാകുന്നുള്ളൂ. എന്നാൽ സെക്ഷൻ 74 പ്രകാരം ഒരു നോട്ടീസ് അയച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് സെക്ഷൻ 73 പ്രകാരമാണ് ഡിറ്റർമിൻ ചെയ്യുന്നതെങ്കിൽ അതിനും ഇത് ബാധകമാണ്. മാത്രമല്ല 1718 സെക്ഷൻ 2017-18, 1819, 1920 എന്നീ 3 ഫൈനാൻഷ്യൽ ഇയറുകളുമായി ബന്ധപ്പെട്ട ഡിമാൻഡുകൾക്കും ഓർഡറുകൾക്കും മാത്രമേ ഈ സെക്ഷൻ 128 പ്രകാരമുള്ള വെയ്വർ ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് പെനാൽറ്റി ബാധകമാകുന്നുള്ളൂ. താങ്ക് യു for hearing me and bearing me.